അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ അവൻ്റെ കമനീയമായ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആധുനിക മനുഷ്യൻ തൻ്റെ വ്യക്തി ജീവിതത്തിലും തൻ്റെ സാമൂഹ്യ ജീവിതത്തിലും താനതിൽ നേടിയെടുക്കേണ്ട മുഴുവൻ മൂല്യങ്ങളെയും മറന്നുകൊണ്ട് നൈമിഷികമായ സുഖ സൗകര്യങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന് നടുവിലാണ് നാം ജീവിക്കുന്നത്. മാരകമായ രാസലഹരി ഉപയോഗവും കൊള്ളയും കൊലയും ചതിയുമൊക്കെ കേവല സദാചാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന് നടുവിൽ മൃഗീയതയെപ്പോലും അക്ഷരാർത്ഥത്തിൽ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ചേഷ്ടകളാണ് വിവേകികൾ എന്ന് അവകാശപ്പെടുന്ന മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇവിടെ ഉയർന്നു കേൾക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്: എങ്ങോട്ടാണ് ഈ ലോകത്തിൻ്റെ പോക്കെന്ന്? കരുണയും ദയയും അനുകമ്പയും മനസ്സാക്ഷിയും മനുഷ്യത്വവും മനുഷ്യ മനസ്സുകളിൽ നിന്നും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് ഇതിനൊരു അറുതി? ലോകത്ത് നടമാടുന്ന ഈ തിന്മകൾ, ലോകത്ത് നടമാടുന്ന ഈ മുഴുവൻ തിന്മകളെയും ആർക്കാണ് പിടിച്ചു നിർത്താൻ കഴിയുക? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി അന്വേഷിച്ച് നാം ഇറങ്ങിത്തിരിച്ചാൽ നാം ചെന്നെത്തി നിൽക്കുന്നത് പരിശുദ്ധമായ ഖുർആനിലായിരിക്കും. കാരണം പരിശുദ്ധമായ ഖുർആൻ വരച്ച് കാണിക്കുന്ന ഒരു നിയമവ്യവസ്ഥിതിയുണ്ട്, ഒരു നിയമ സംഹിതയുണ്ട്. ലോകത്ത് മറ്റേത് നിയമ സംഹിതകൾ എടുത്തു പരിശോധിച്ചാലും സകല തിന്മകളെയും തടയിടാൻ അവകൾക്കൊന്നും സാധിക്കില്ല. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ മനുഷ്യൻ തെറ്റിലേക്കെടുക്കാനുള്ള മുഴുവൻ സാധ്യതകളെയും കെട്ടിയടച്ചതിന് ശേഷമാണ് തെറ്റ് ചെയ്യരുതെന്ന് അനുശാസിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണ് എങ്കിൽ, അർദ്ധനഗ്നയായി തെരുവിലൂടെ നടക്കാൻ ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ട് അവളുടെ നഗ്നത കണ്ട് വികാര പുളകിതനായി ഒരു പുരുഷൻ അവളിലേക്ക് നോക്കിയാൽ അവൻ്റെ മേൽ പോക്സോ കേസ് ചുമത്തി അകത്താക്കുന്ന അർത്ഥശൂന്യമായ നിയമ സംഹിതകളാണ് കേവലം ഈ ലോകത്ത് മുഴുവനായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ സ്ത്രീകളോടായി പറയുന്നു: വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുന്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫൾന ഫുറൂജഹുന്ന. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സ്ത്രീകളോടായി പറയുന്നത് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തി നടക്കുവാനും അവരുടെ ഗുഹ്യഭാഗങ്ങളെ കാത്തു സൂക്ഷിക്കുവാനും അതുപോലെ തന്നെ അവരുടെ മക്കനകൾ അവർ താത്തിയിട്ട് നടക്കുവാനുമാണ് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ മനുഷ്യൻ, അതായത് പുരുഷന്മാരോട് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത്: കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പുരുഷന്മാരോടായി പറയുന്നത് അവർ തെറ്റിലേക്ക് അടുക്കാതിരിക്കാൻ അവരുടെ കണ്ണുകൾ താഴ്ത്തി നടക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാരോടായി പറയുന്നത്. ഇങ്ങനെ വളരെ കൃത്യവും സന്തുലിതവുമായ നിലയിലാണ് ഖുർആൻ ഓരോ വിഷയങ്ങളെയും സമീപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രയോജനം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിക ഭരണമനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെയും മറ്റ് ഭരണകൂടത്തിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത് മാത്രമല്ല, പാവപ്പെട്ടവനെന്നും പാവപ്പെട്ടവനായും പണക്കാരനെന്നും പണക്കാരനായും നിലനിൽക്കുന്നൊരു സാമ്പത്തിക സംവിധാനമാണ് ഇന്ന് ലോകത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പൈസയില്ലാത്തവന് വായ്പ കൊടുത്തിട്ട് അവൻ്റെ കയ്യിൽ നിന്നും അതിൽ കൂടുതൽ പലിശ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയെടുക്കുന്ന ഒരു സംവിധാനം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. അവർ ഒരു മുഴം കയറിൽ ജീവനൊടുക്കിയ അനേകായിരം ആളുകളെ നമുക്ക് ഈ ലോകത്ത് കാണാൻ സാധിക്കും. ബഹുമാനികളെ, അതുകൊണ്ട് നാം ഈ ഖുർആനിൻ്റെ പ്രായോഗികത നാം മനസ്സിലാക്കണം.
അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.